നമസ്കാരം, JB EduComലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് ഇൻഡിവിജ്വലാണ്. അസസ്മെൻറ്റ് ഇയർ 2023-24 ഉള്ള റേറ്റുകളാണ് നോക്കുന്നത്. ഇൻഡിവിജ്വൽസിന്, HUFന്, AOP ഓർ BOI ഇവരുടെ ടാക്സ് റേറ്റ്, അതായത് സ്ലാബാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഈ റേറ്റ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിന് 20% വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ഇനി അത് വിത്തൗട്ട് ഇൻഡെക്സിങ് ആണെങ്കിൽ 1,00,000 കൂടുതൽ ഉള്ള എമൗണ്ട് ആണെങ്കിൽ 10%, അപ് ടു 1 lakh ആണെങ്കിൽ അതിന് ടാക്സ് വരുന്നില്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിന് 30% ടാക്സ് റേറ്റ് നമ്മൾ വരുന്നത്. വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ് ഇതിനൊക്കെ വരുന്നത് 30% ആണ്. പിന്നെ അതർ ഇൻകംസ്, ബാക്കിയുള്ള ഇൻകംസ് ആണെങ്കിൽ നമ്മൾ നോക്കുമ്പം ഒരാളുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം ആദ്യം. എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ 2,00,000 രൂപ വരെയുള്ളതിന് ടാക്സ് വരുന്നില്ല, നില്ലാണ്. നെക്സ്റ്റ് 2,50,000-ന് 5%, പിന്നീട് വരുന്ന 5 lakhന് 20%, ബാലൻസ് വരുന്ന എമൗണ്ടിന് 30% എന്നുള്ള രീതിയിലാണ് ടാക്സ് റേറ്റ് വരുന്നത്. ഇനി അതൊരു സീനിയർ സിറ്റിസൺ ആണ് എങ്കിൽ, 60 വയസ്സിന് മുകളിലായിട്ടുള്ള ആളാണെങ്കിൽ ആദ്യത്തെ 3 lakhന് ടാക്സ് ഇല്ല. നെക്സ്റ്റ് 2 lakhന് 5%, അടുത്ത 5 ലക്ഷത്തിന് 20%, ബാലൻസ് എമൗണ്ടിന് 30% വെച്ചിട്ടാണ് ടാക്സ് വരുന്നത്. ഇനി ആ സീനിയർ സിറ്റിസൺ തന്നെ സൂപ്പർ സീനിയർ സിറ്റിസൺ ആയാൽ 80 ഇയേഴ്സിന് മുകളിലാണ് എങ്കിൽ 5 ലക്ഷം രൂപ വരെ ടാക്സ് റേറ്റ് വരുന്നില്ല. പിന്നീട് വരുന്ന 5 ലക്ഷത്തിന് 20%, ബാലൻസ് എമൗണ്ടിന് 30% ആയിരിക്കും ടാക്സ് കാൽക്കുലേഷന് റേറ്റായിട്ട് എടുക്കേണ്ടത്. ഇതിൽ തന്നെ റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ് ഉണ്ട്. അതായത് നമ്മളുടെ ഇൻകം ടാക്സ്, ടോട്ടൽ ഇൻകം 5 ലക്ഷത്തിൽ കുറവ് ആണ് എങ്കിൽ അതിൽ മാക്സിമം 12,500 വരെ നമുക്ക് റിബേറ്റ്, ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അതിനാണ് റിബേറ്റ് ഓഫ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇനി സർചാർജ് അഡീഷണലായിട്ട് വരുന്ന ചാർജാണ് ഇത്. ടാക്സബിൾ ഇൻകം 50 ലക്ഷത്തിന് മുകളിലായിട്ടുണ്ടെങ്കിൽ 10%, ഇനി 1 കോടിക്ക് മുകളിലാണെങ്കിൽ 15%, 2 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 25%, 5 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 37% ആണ് വരുന്നത്. ഇതുകൂടാതെ നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ച് അതിൻ്റെ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്സായിട്ടും കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അത് ഇൻകം ടാക്സും സർചാർജും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ 4% ആണ് എഡ്യൂക്കേഷണൽ സെസ്സായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്.